ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ആസ് യൂഷ്വൽ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ 21-ാം തീയതി എക്സാമിന് മുമ്പ് നമുക്ക് മാക്സിമം കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പഠിച്ച കറണ്ട് അഫയേഴ്സ് ഓർത്തെടുക്കാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലാസ് കാണാനും പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ കമൻറ്റ് ബോക്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആരുടെ അവസാന നോവലാണ് അൻറ്റിൽ ഓഗസ്റ്റ്? ആരുടെ അവസാന നോവലാണ് അൻറ്റിൽ ഓഗസ്റ്റ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാനത്തെ നോവലാണ് അൻറ്റിൽ ഓഗസ്റ്റ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂർ. നോർത്ത് പറവൂരാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. കേരളത്തിൻ്റെ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദാർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ്? കേരളത്തിൻ്റെ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദാർ ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ് കേരളത്തിൻ്റെ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദാർ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. അപ്പോൾ ആരുടെ അവസാന നോവലാണ് അൻറ്റിൽ ഓഗസ്റ്റ് എന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് നോർത്ത് പറവൂർ. കേരളത്തിൻ്റെ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദാർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവർ. 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഇ ഹിൻഡണും അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫീൽഡിനുമാണ് 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ്റെ തലച്ചോറിനെ പോലെ വിവരങ്ങൾ സൂക്ഷിക്കാനും ഓർമ്മിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള കൃത്രിമ ന്യൂറൽ ശൃംഖല വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഇ ഹിൻഡണും അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫീൽഡിനുമാണ്. എന്ത് കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ്റെ തലച്ചോറിനെ പോലെ വിവരങ്ങൾ സൂക്ഷിക്കാനും ഓർമ്മിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള കൃത്രിമ ന്യൂറൽ ശൃംഖല വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2024 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഇ ഹിൻഡണും അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ജെ ഹോഫീൽഡും. എന്ത് കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ്റെ തലച്ചോറിനെ പോലെ വിവരങ്ങൾ സൂക്ഷിക്കാനും ഓർമ്മിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള കൃത്രിമ ന്യൂറൽ ശൃംഖല വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി. 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് എസ് മുരളീധരൻ. ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരനാണ് 2024 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരമാണ് ഡി ഗുകേഷ്. ഡി ഗുകേഷാണ് ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായത് തിരുവനന്തപുരം.
തിരുവനന്തപുരത്താണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. അപ്പോൾ 2024 മികച്ച പരിശീലനത്തിനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് എസ് മുരളീധരൻ. ബാഡ്മിൻ്റൺ കോച്ചാണ് അദ്ദേഹം. ഖേൽരത്ന അവാർഡിന് അർഹനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരമാണ് ഡി ഗുഗേഷ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായത് തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയ്ക്കാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ലഭിച്ചത്. ചന്ദ്രയാൻ 3യുടെ റോവർ അറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3യുടെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രഗ്യാൻ. പ്രഗ്യാൻ എന്നതാണ് ചന്ദ്രയാൻ 3യുടെ റോവറിൻ്റെ പേര്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് തൃശ്ശൂർ ജില്ല. ചന്ദ്രയാൻ 3യുടെ റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ്? INTRV01. INTRV01 എന്നതാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റാണ് ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നത്. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിനാണ് കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി. അപ്പോൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദിയാണ് ഭുവനേശ്വർ, ഒഡീഷ. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. പാർവതി ബറുവയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? സ്വീഡൻ. സ്വീഡനാണ് ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി. കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI ചിപ്പ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട്. ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. ജ്യോതിസാണ് HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി.
നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. ശലഭം പദ്ധതിയാണ് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ചത്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ജാപ്പനീസ് സംഘടന. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ജാപ്പനീസ് സംഘടന ഏതാണ്? നിഹോൻ ഹിഡാൻക്യോ. നിഹോൻ ഹിഡാൻക്യോയാണ് 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ജാപ്പനീസ് സംഘടന. അപ്പോൾ HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച ജില്ലയാണ് മലപ്പുറം. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ ക്യാങ്. ഹാൻ ക്യാങ് ആണ് സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട്. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ₹1 നോട്ട്. ₹1 നോട്ടാണ് 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട്. അപ്പോൾ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ ക്യാങ്. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ₹1 നോട്ട്. രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ. പൂനെയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി-വിജിൽ. അപ്പോൾ സി-വിജിൽ എന്താണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയാണ് ഹരിവരാസനം. ഹരിവരാസനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി-വിജിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയാണ് ഹരിവരാസനം. അപ്പോൾ ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത 30 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്